ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം അല്ലെങ്കിൽ വലിയ പഴം. അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണ് ഇതിനാവശ്യം. ജസ്റ്റ് ഒന്ന് പഴുത്ത് തുടങ്ങുന്നത്. ആ പഴം എടുത്തിട്ട് നമുക്ക് വേണ്ട പഴം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള കറുപ്പ് സാധനം നമുക്ക് ഇതിനാവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ വെട്ടി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ഭാഗം കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ആ സെൻറ്റർ പോർഷൻ ഒഴിവാക്കുക. ഇനി നമ്മൾ നന്നായിട്ട് അത് എല്ലാം കൂടി ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ വെച്ച് ഉടയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചെടുക്കാം. നമുക്ക് നന്നായി ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ചപ്പാത്തിയൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് വേണ്ടത് തേങ്ങ, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എണ്ണയിലോ നെയ്യിലോ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനി ചെറിയ ബൗൾസ് ആക്കി എടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കുക. പരത്തുന്നതിന് മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി 1 സ്പൂൺ ആ തേങ്ങൻ്റെ കൂട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചെടുക്കുക. ഇനി കൈ ഒന്ന് നടു അമർത്തി കൊടുക്കുക. എന്നിട്ട് ആ 2 അറ്റം കൂട്ടി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിൻ്റെ ശേഷം കയ്യിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇങ്ങനെ ഉരുട്ടുമ്പോൾ നല്ല ഷേപ്പും കിട്ടും, അതുപോലെ നമ്മൾ ഒട്ടി പിടിക്കാത്ത ഭാഗങ്ങൾ തമ്മിൽ യോജിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഉന്നക്കായൻ്റെ ഷേപ്പ് കേട്ടോ. അപ്പോൾ ഈ ഉന്നക്കായ നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ പൊരിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ പൊരിച്ചതിന് ശേഷവും നമുക്ക് 4-5 ദിവസം വരെ കേടാവാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നിൽക്കും. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം.